നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു കഥാപാത്രമാണ് നസ്രുദ്ദീൻ ഹോജ എന്ന് പറയുന്നത്. ധാരാളക്കണക്കായിട്ടുള്ള കഥകൾ ഹോജ കഥകൾ എന്ന പേരിൽ ഉണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു തെരുവ് വിളക്കിന് ചുവട്ടിൽ നസ്രുദ്ദീൻ ഹോജ എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുവഴി പോയ ഒരാൾ കാര്യം അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹം നഷ്ടപ്പെട്ടു പോയ സാധനത്തെക്കുറിച്ച് പറഞ്ഞു. അത് തിരയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ച വ്യക്തിയും ഹോജയെ തിരയാൻ സഹായിച്ചു. പിന്നീട് അങ്ങോട്ട് അതുവഴി പോയ ആളുകളൊക്കെ ആ തെരച്ചിലിൽ പങ്കെടുക്കുകയും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ കുറേ ആളുകൾ കൂടി നഷ്ടപ്പെട്ട മുതൽ, വെച്ചെടുത്ത് കാണാത്ത മുതൽ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരാൾ ചോദിച്ചു, ഹോജയോട് ചോദിച്ചു, അല്ല, താങ്കൾ അത് ഇവിടെ തന്നെയാണ് വെച്ചത് എന്നതിന് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം വളരെ ശാന്തമായിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ഉറപ്പുണ്ട്, അത് ഞാനിവിടെ അല്ല വെച്ചത്, അത് വെച്ചത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അയാൾക്ക് അത്ഭുതമായി. വീട്ടിൽ വെച്ച സാധനം പിന്നെ തെരുവിൽ തിരഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ഹോജൻ്റെ മറുപടി, ഇവിടെയാണ് വെളിച്ചമുള്ളത്, വെളിച്ചമുള്ളിടത്ത് തിരയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ മതരാഷ്ട്രവാദവും വർഗീയതയും തീവ്രവാദവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ കഥ ഓർമ്മ വന്നത്. ഈ പറയുന്ന ആളുകൾ പറയുന്നവരുടെ വീട്ടിൽ ഇത് വെച്ചിട്ട് വെളിച്ചമുള്ളിടത്ത് തിരയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം 3/4 നൂറ്റാണ്ട് കാലമായി ഇന്ത്യ രാജ്യത്ത് ദൈവിക സന്മാർഗത്തിൻ്റെ വെളിച്ചം വിതറി അതിൻ്റെ പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെളിച്ചത്തേക്കാണ് ഇത് വന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയൊന്നും അല്ല, കുറേ ആയി ഇത് തുടങ്ങിയിട്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ, മഴപ്പാറ്റകൾ ഒന്നാകെ വരും. വിളക്കതിന് മുമ്പേ അവിടെ ഉണ്ടാവും, എല്ലാ ദിവസവും ലൈറ്റ് കത്തുന്നുണ്ട്. ചില ദിവസം ഒന്നാകെ പാറ്റകൾ വരും. എന്തേ ഇന്നിങ്ങനെ സംഭവിച്ചത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുക, തലേന്ന് മഴ പെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മഴപ്പാറ്റകൾ ഇറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം 2 ലോകസഭാ തെരഞ്ഞെടുപ്പെന്ന മഴ പെയ്തതാണ്. അതിൽ കുറേ സാധനങ്ങൾ അങ്ങ് ഒലിച്ചുപോയി. അതങ്ങ് ഒലിച്ചു പോയപ്പോഴാണ് എന്നാൽ പിന്നെ ഈ വെളിച്ചത്തേക്കൊന്ന് പറന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി വന്നിട്ടുള്ളത്. ഒരാൾ അയാളുടെ ഓഫീസിൽ, അത് 19ാം നിലേൻ്റെ മുകളിലാണ് ഓഫീസുള്ളത്, ആ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറെ ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് ഡോറ് തുറന്നിട്ട് പറഞ്ഞു, ജോൺ സാറേ, നിങ്ങളുടെ മകള് അലീഷ കാർ ആക്സിഡൻറ്റിലായിട്ട് റോഡിൽ കിടക്കുകയാണ്, രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. പറഞ്ഞു തീരുമ്പോഴേക്ക് ഇദ്ദേഹം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനുള്ളിലൂടെ പുറത്തേക്ക് ചാടി. 19ാം നിലൻ്റെ മുകളിൽ നിന്നാണ് ചാടുന്നത്. ആ ചാട്ടത്തിൽ ഇങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് അയാൾ ആലോചിക്കുന്നത്, എനിക്കങ്ങനെ അലീഷ എന്ന് പറഞ്ഞൊരു മോളില്ലല്ലോ, പക്ഷേ താഴേക്കുള്ള പോക്ക് നിർത്താൻ പറ്റുമോ? അതിങ്ങനെ വരി തന്നെയാണ്. അപ്പോഴാണ് ആലോചിക്കുന്നത്, എൻ്റെ പേര് ജോൺ എന്നല്ലല്ലോ. പിന്നെ ഇപ്പം എന്തിനാ ചാടിയത്? ആരോ വന്ന് എന്തോ പറഞ്ഞു, അപ്പം ജനലിലൂടെ എടുത്ത് ചാടി. അങ്ങനെയാണ് ചില പ്രസംഗങ്ങളൊക്കെ. പ്രിയങ്കൻ്റെ പിന്നിൽ ഇവരാണ്, തീവ്രവാദികളാണ്, അങ്ങോട്ട് പറയുന്നേ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, 19ാം നിലൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ചാടിയ പോലെ കേന്ദ്രത്തിൽ അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. എന്നിട്ട് പിന്നെ അവർ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിക്കാർക്കാണ്? ആദ്യം ഈ ചാടിയൊക്കെ തന്നെയാണ്. കാരണം കേരള സംസ്ഥാനത്തിൽ ഇങ്ങനെ തീവ്രവാദ ശക്തികൾ ഇങ്ങനെ അധികരിക്കുന്നു, അവിടെ മതരാഷ്ട്രവാദികൾ ഉണ്ടാകുന്നു,
അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലൊക്കെ ഇവരാണ്, ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ആരാ ഇവിടെ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്? ആഭ്യന്തര ആരെ കയ്യിലാണ്? അപ്പൊ കേരള സംസ്ഥാനത്തിന് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതിന് സാധ്യാവുന്നില്ല എന്നതാണല്ലോ അവിടെ ഇത് വായിക്കപ്പെടുക. അപ്പൊ ജോൺ എന്ന പേരോ അലീഷ് എന്ന മോളോ ഇല്ലാത്ത ആള് മേലെ നിന്നും താഴേക്ക് ചാടിയ പോലെ എടുത്ത് ചാടരുത് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഗുണകാംക്ഷ കൊണ്ടാണ്. അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നമുക്കിത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഇരുതല മൂർച്ചയുണ്ട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു സാധനത്തിന്. അത് നടത്തുന്ന ആളുകളും പ്രചരിപ്പിക്കുന്ന ആളുകളും അതിൻ്റെ ഇരകളാവാതെ രക്ഷപ്പെടുകയില്ല. കാരണം ഇനി ഈ പറയപ്പെട്ട ഓരോന്നും നമ്പർ ഇട്ടിട്ട് പറയാൻ പോവാണ് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ. കേരളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് പറയാൻ പോവാണ്. എന്താണ് പരിഹാരം? ഇന്നലെ വരെ ഉള്ളവർക്ക് ഇത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ വരണം എന്ന് പറയാൻ എന്തൊരു എളുപ്പ. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം വിമർശനം, ആക്ഷേപം, പരിഹാസം പോലെയുള്ള കാര്യങ്ങൾ ഒരു പുതുമയുള്ളൊരു സംഗതിയല്ല. പുതുമയുള്ളതിന് വേറെ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് വേണം. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ ഇത് ദീർഘനാളായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ നസറുദ്ദീൻ ഹോജ തെരഞ്ഞ പോലെ വെളിച്ചല്ല ഇവിടെ വന്ന് പലരും പലതും തെരഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട്. നമ്മുടെ പുസ്തകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തും അതിന് ശേഷവുമൊക്കെ ഇതിനെ ഇഴകേറി പരിശോധിച്ചു നോക്കിയിട്ടുണ്ട് പലരും. പക്ഷെ വെച്ചെടുത്ത് തെരഞ്ഞാലല്ലേ കാണൂ. ഒറ്റ പുസ്തകം പോലും പിൻവലിക്കേണ്ടി വന്നിട്ടില്ല നമുക്ക്. വിമർശിക്കപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്, ഭരണഘടന ലഭ്യമാണ്. ദാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പത്രത്തിലൊക്കെ വരുന്ന വാർത്ത നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് വായിച്ചിട്ടാണ്. ഈ വെബ്സൈറ്റ് നാട്ടുകാർക്ക് കാണാനുള്ള ഒരു സാധനമാണല്ലോ. അതിൽ യാതൊരു തരത്തിലും അത് ഹൈഡാക്കി വെച്ചിട്ടില്ലല്ലോ. എല്ലാവർക്കും തുറന്നാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന ന്യൂസ് കൊടുക്കേണ്ടി വരികയാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് വിമർശനങ്ങൾ പുതുമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ പുറത്തു നിന്ന് വേദികളിൽ നിന്ന് തീരെ വിമർശിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ സ്റ്റേജ് വിട്ടു, എന്നിട്ട് വിളിക്കും, വരി നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞോളൂ, നമ്മുടെ മൈക്കിൻ്റെ ചെലവിൽ. നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എഴുതാനുള്ളത് എഴുതിക്കോളൂ ഞങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ. കാരണം വിമർശനങ്ങളെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ഒരാദർശ പ്രസ്ഥാനം എന്നുള്ള നിലക്ക്, കൃത്യമായ ദർശനമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് അത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പരിപാടി, ഒരു പ്രചരണ പരിപാടിയുടെ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ശീലമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പരിപാടിക്ക് തന്നെ നിമിത്തമായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് സ്റ്റേജിലും പേജിലും ചാനലുകളിലുമൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ മുന്നിൽ ആരൊക്കെയോ തള്ളിയിരിക്കുന്നു, എന്തെല്ലാമൊക്കെയോ മാറ്റിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു വേദി ഒരുക്കിയിരിക്കുകയാണ്. ഇതാ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള സംസ്ഥാനത്തിൻ്റെ 2 സെക്രട്ടറിമാർ വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നത്? ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് പറയാനാണ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് പറയാനുള്ളത്? അത് പറയാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു വേദിയാണിത്.